പക്ഷേ സേഫ് ഓർമ്മയുണ്ടോ, അന്ന് CPM സീറ്റ് കൊടുക്കാത്ത സമയത്ത് അന്ന് ഐഷ പോറ്റി പറഞ്ഞിരുന്നത് ഈ അധികാരത്തിലൊന്നും കാര്യമില്ല, പാർട്ടിക്കൊപ്പം അങ്ങനെ നിന്ന് പ്രവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ സമയത്തുള്ള പ്രതികരണം, അവരുടെ അനിഷ്ടം, അവർക്കുള്ള അതൃപ്തിയൊക്കെ പുകഞ്ഞിരുന്ന സമയത്തൊക്കെയുള്ള പ്രതികരണം അങ്ങനെയായിരുന്നു. പക്ഷേ അത് നന്നായിട്ട് അവരെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ, അല്ലേ? അതെ, തീർച്ചയായിട്ടും അത് ആ രീതിയിൽ അവരെ നന്നായി ബാധിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് അവരുടെ വാചകങ്ങളിൽ ഉള്ളത്. അത് വല്ലാതെ ഫീൽ ചെയ്ത് പറയുന്ന പോലെ തോന്നി. പാർട്ടിയിൽ നിന്ന് തനിക്ക് മറ്റേ ദുഃഖം സന്തോഷം ഒരുപാട് കിട്ടിയിട്ടുണ്ട്, അതിനൊപ്പം തന്നെ ദുഃഖവും കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന വാചകം. അതുപോലെ തന്നെ മന്ത്രിയായാലും സാധാരണക്കാരായാലും മനുഷ്യരോട് പെരുമാറുമ്പോൾ സ്നേഹത്തോട് പെരുമാറണം എന്ന വാചകം. അതുപോലെ തന്നെ മുൻപേ ഇരുന്ന ആൾക്കാരെ അവഗണിക്കരുത് എന്നുള്ള വാചകം. മുൻപേ ഇരുന്ന ആൾക്കാരെ അവഗണിക്കരുതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാക്കന്മാർ അവരെ അവഗണിക്കുന്നു എന്നുള്ള സൂചന കൃത്യമായി തന്നെ അതിൽ നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിലേക്ക് അവർ എത്തിയതോടുകൂടിയാണ് ഇവർ കോൺഗ്രസ് CPM വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നുണ്ടോ എന്ന ചർച്ചകൾ സജീവമായത്. അന്ന് മാധ്യമങ്ങളെ കണ്ട എല്ലാ മാധ്യമങ്ങളെയും കണ്ട ഐഷ പോറ്റി അത് പൂർണ്ണമായി നിഷേധിക്കുകയാണ് ചെയ്തത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇനിയും കൂടുതൽ ഇതേപോലെയുള്ള മാറ്റങ്ങളും മറ്റും നമ്മൾ കാണാൻ കിടക്കുന്നേ. ഒരു കാര്യം കൂടെ, ഡിസിഷൻ മേക്കേഴ്സ് ആയ ആൾക്കാരായിരുന്നു അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ആരൊക്കെയാണോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് അവർ, സംസ്ഥാന കമ്മിറ്റി, അതിനപ്പുറത്തേക്ക് നേതാക്കൾ. പക്ഷേ ഒരു മന്ത്രിയെ പറയുന്നുണ്ട്. എന്തൊക്കെ സൂചനയാണ്, ആർക്കൊക്കെ എതിരെയാണ്? സഖാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ടുകൂടിയായിരുന്നല്ലോ പ്രതികരണം. അതെ, അതിനകത്ത് മന്ത്രിയായാലും സാധാരണക്കാരനായാലും മനുഷ്യരെ കാണുമ്പോൾ സ്നേഹത്തോടെ പെരുമാറണം എന്ന വാചകം, ആ വാചകം കൊട്ടാരക്കര MLA ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കാനാണ് സാധ്യത. മറ്റ് നേതാക്കൾ അവർ കൊട്ടാരക്കര വിട്ട് പുറത്തുപോയി പ്രവർത്തിക്കുന്ന ആളല്ല, ആ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അത് മന്ത്രി ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അതുപോലെ തന്നെ കൊട്ടാരക്കരയിലെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവിടുത്തെ പാർട്ടി പ്രാദേശിക നേതൃത്വത്തിലേക്ക് കടന്ന്, ഏരിയ കമ്മിറ്റിയിലേക്ക് കടന്ന്, ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്ന് പിന്നീട് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ, അവർക്കെതിരെയും ഉള്ള വിമർശനമുണ്ട്. ഈ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാത്തത് കൊണ്ടാണോ, അങ്ങനെ പങ്കെടുക്കുന്നില്ലേ, അവരെ വിളിക്കുന്നില്ലേ, കാര്യങ്ങളൊന്നും അവർ തുറന്നു പറയുന്നില്ല. അവർ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നതിനപ്പുറം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും CPM കൂട് വിട്ട് ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു എന്നതാണ് വസ്തുത ഏറ്റവും ഒടുവിൽ.